എന്നാ പിടിച്ചു മോനെ. 1000 കോഴിയുടെ കാല് വെച്ചുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം ഹെവൻലി ചിക്കൻ. പുതിയ കോഴിയുടെ കാല് വെച്ചുള്ള പരിപാടി തുടങ്ങിയാലോ? ഇനി നമ്മൾ വേവിക്കാനുള്ള ചിക്കൻ നേരെ നമ്മളിതേ ഒരു തുണിയിലേക്ക് അങ്ങോട്ട് മാറ്റാണ്. ഇനി ചിക്കൻ ഒന്ന് പരത്തിനെ നടുക്ക് ഒരു കുഞ്ഞി കുഴി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഇതേ ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പൊടിക്കാത്ത ഗരം മസാല, ഇനി ഇതേ ചിക്കൻ വേവാനുള്ള ഉപ്പ്. ഇതേ നമ്മൾ കെട്ടാൻ പോവാണ്. നല്ല മുറുക്കി കെട്ടി കൊടുക്കാട്ടെ. ഇനി ഇതേ നമ്മുടെ വേവിക്കാനുള്ള വെള്ളം. ഇനി ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് നേരെ ഇതിലേക്ക് തട്ടിടാം. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള തട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിലേക്ക് നേരെ നമ്മുടെ ചിക്കനെ നമ്മൾ കയറ്റി സെറ്റാക്കി. ഇനി വെച്ചാൽ നമ്മൾ ചിക്കനെ നമ്മളെ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇനി നമ്മുടെ ഇഡ്ഡലി ചെമ്പ് നമ്മൾ തുറക്കാണ്. അടിപൊളി. ഇത് ഓക്കെ, നല്ല വെന്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇനി നമ്മൾ ഇതുമേന്ന് മീറ്റ് അടത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലിൽ നിന്ന് വേർതിരിച്ച മീറ്റ് നമ്മൾ ഇനി ഉടച്ചെടുക്കാൻ പോവാണ്. ശരിക്കും ഉടച്ചോട്ടാ. അപ്പോൾ ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കാണ്. പൊടിച്ചു വെച്ച ചിക്കനും അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ്. കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയാണ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക്, ഇനി ഇതേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് നമ്മൾ കുഴച്ച് കൊടുക്കാം കേട്ടോ. മുട്ട പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഹെവൻലി ചിക്കൻ്റെ ഉരുട്ടി അവിടെ തുടങ്ങാണ്. അപ്പോൾ ആദ്യം സംഭവം നമ്മളുടെ ആ ഒരു മിക്സ് എടുത്ത് നമ്മുടെ ഇഡ്ഡലിയിലേക്ക് വെച്ച് അങ്ങോട്ട് ചുരുട്ടി കൊടുക്കാട്ടാ. അങ്ങനെ ഒരു എഗ്ഗ് വാഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയി. ഇനി നമ്മൾ നേരെ ഇവനെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലെടുത്ത് ഒരു റോള് ഇനി നേരെ പാത്രത്തിലേക്ക്. കോഴി പൊരിക്കാനുള്ള ഉരുളാട്ടാ. ഇനി ഇതേ എണ്ണ ഒഴിച്ച് കൊടുക്കാട്ടാ. നേരെ മുക്കി വിടാണേ. അങ്ങനെ മച്ചാമാരെ നമ്മുടെ ഹെവൻലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തേൻ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. മക്കളെ ഒന്നും കൊണ്ട് എടുത്ത് കഴിച്ചോ. നല്ല തേൻ വീട് നോക്കി കിട്ടാ. എന്റെ പോലെ തീക്കലുള്ള സാധനം അല്ലേ. ഒന്നും പറയാനില്ല. പൊളി.